എന്തോ എഴുതുന്നേ? നാളെ ന്യൂ ഇയർ അല്ലേ, അപ്പൊ ഞങ്ങളൊന്ന് നന്നാവാൻ തീരുമാനിച്ചതാ. ആരൊക്കെ? നീയൊക്കെയോ? ഞങ്ങൾ രണ്ടുപേരും. നടന്നത് തന്നെ. അതൊന്നുമില്ലമ്മ, നമ്മൾ ന്യൂ ഇയർ ഒക്കെ തുടങ്ങുമല്ലേ, അത് നമ്മൾ കുറച്ച് നന്നാവാൻ കുഞ്ചു പറഞ്ഞു. നമുക്ക് നന്നാവണം, ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറയും. അതായത് നമ്മൾ രാവിലെ എന്നും ഇനിയിപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ എണീക്കണം കേട്ടോ കുഞ്ചു. 6 മണി അമ്മ എണീക്കുന്നതിന് മുന്നേ നമ്മൾ എണീറ്റ് വീട്ടിലെ ജോലികളെല്ലാം ഞങ്ങൾ ഒതുക്കും. നിങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തോളും. നമ്മൾ എന്നും യോഗ ചെയ്യണം കേട്ടോ. യോഗ മാറ്റ് എടുത്ത് കഴുകിയിടാം. യോഗ ചെയ്യണം രാവിലെ എണീറ്റിട്ട്. ഇവിടുത്തെ ഫുള്ള് ജോലികൾ നമ്മൾ ഇനി നിങ്ങളുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഫോണൊന്നും ഞങ്ങൾ യൂസ് ചെയ്യത്തില്ല, TV അങ്ങനെ അധികം കാണത്തില്ല, ലാപ്പിലിരിക്കത്തില്ല. നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും, വേറെ എങ്ങും ഞങ്ങൾ പോകത്തില്ല. ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ജോലി കുറച്ച് തരിക, അതാണ് ഞങ്ങളുടെ. അതെ, ഒക്കെ കണ്ടാ മതിയായിരുന്നു. ലാസ്റ്റ് എനിക്കിതൊന്നും പണിയാവരുത്. അമ്മ തന്നെ ഇതെല്ലാം മാറ്റി പറയും. ഞങ്ങൾ നന്നാവും അമ്മ, ഞങ്ങളെല്ലാം ഇതെല്ലാം തിരുത്തി പറയിപ്പിക്കും. നന്നായി കണ്ടാ മതി. ഇതാണ് ഇവളുമാരുടെ 6 മണി. ഡീ അമ്മോ, എഴുന്നേറ്റ്. കുഞ്ചു എഴുന്നേറ്റ്. ഇങ്ങനെയാണോ നീയൊക്കെ 6 മണിക്ക് എണീക്കുന്ന് പറഞ്ഞത്? 6 മണിയല്ലോ. 6 മണിയോ? ഇതാണോ നിന്റെയൊക്കെ 6 മണി? മണി 10 നോക്ക്. അവളുമാരുടെ പുതുവർഷം 6 മണി, രാവിലത്തെ ചായ. ഒന്നും ഉണ്ടാക്കണ്ട, ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാ ഇവിടെ. അമ്മ തുണി നനക്കിട്ടേക്കോണോ? തുണിയെല്ലാം മുക്കി വെക്കാം. ഇതൊന്ന് യൂസ് ചെയ്ത പുതപ്പുകളാണോ? അമ്മുവേ, നീ ഏത് തുണിയാ നനയ്ക്കുന്നേ? കട്ടിലേ കിടന്ന തുണികള്. ഏത് കട്ടില്ലേ? റൂമിലെ കട്ടിലേ. എന്റെ പൊന്നോ, ഞാനത് കഴുകിയതാ. അത് അയ കിടന്ന തുണികൾ ഉണങ്ങിയത് മടക്കി വെക്കാൻ വേണ്ടി എടുത്തോണ്ട് വെച്ചതല്ലേ അത്. ഞാനേ അവിടെ കിടന്നപ്പോ നനയ്ക്കാന്ന് കരുതി കൊണ്ടുവച്ചത്. നീയൊക്കെ എനിക്ക് നല്ലത് ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് തലവേദനയാണല്ലോ. കുഴപ്പമില്ല, ഇപ്പൊ നല്ല വെയിലുണ്ട്. അമ്മ അവിടെ പോയിരുന്നു, ഞാനിതൊക്കെ നനച്ചേ അവിടെ വിരിച്ചിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോ ഉണങ്ങി കിട്ടും. പോമാ, വേണ്ടായിരുന്നു. ഞാൻ പറയാം. വേണ്ട, ഞാൻ പറിച്ചോളാം. ഞാൻ പറയാം. എന്നിട്ട് പറഞ്ഞല്ലേ, റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളെല്ലാം നോക്കിക്കോളാം. അവസാനം ഇതെനിക്ക് പണിയാവരുത്. അതെന്താ അമ്മ അങ്ങനെ ഒരു പറച്ചില്? ഞങ്ങൾ നോക്കിക്കോളാം. കുഞ്ഞാ, ദോ കിടക്കുന്നു. വാടാ, പറയടാ. ദോ അടിയില് പറക്കി. ദാ കിടക്കുന്നടാ. അമ്മ എന്തേ? ചേച്ചി അവിടെ കുക്കിങ്. എന്തോ കുക്കിങ്? അടുക്കളയിൽ എന്തോ പാചകം ചെയ്യുന്നു. അടുക്കള കത്തിക്കോ? എന്താ അമ്മ? അല്ല, നിങ്ങളൊക്കെ സ്വഭാവം വെച്ച് പറഞ്ഞതാ. ഞങ്ങളെ വിശ്വാസമില്ലേ? ഞങ്ങള് നന്നാവാൻ തീരുമാനിച്ചാലും സമ്മതിക്കത്തില്ലേ? നന്നായാ മതി. കുഞ്ചു നോക്കി പറിക്കണേ, അവിടെ പച്ചറുമ്പുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാമ്മ. എന്ത് കുഞ്ചു കാണിക്കുന്നേ? ഞാൻ പറഞ്ഞതല്ലേ. അമ്മ പോവല്ലേ, ബാ, ഞാൻ പറിച്ചു തരാം, ബാ. എന്തിനാ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഇനി ഞാൻ നോക്കി പറിച്ചോളാം. വേണ്ട, നീ പറിക്കണ്ട. ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം അത് പറിക്കാന്. വേണ്ട, ഞാൻ നോക്കി പറിച്ചോളാം. വേണ്ടെന്ന്. ഇങ്ങോട്ട് വന്നു കുഞ്ചു.
അവളുടെയൊക്കെ റെവല്യൂഷൻ. റെവല്യൂഷൻ അല്ല, റെസല്യൂഷൻ. അടുത്തൊരുത്തി ഇനി അടുക്കളയിലുണ്ട്, അല്ലെങ്കിൽ അവളിനി അടുക്കള കത്തിച്ചോ എന്തോ. ഞാനേമ്മ മീൻ വെട്ടാൻ തുടങ്ങുമായിരുന്നു. ഞാൻ വെട്ടിക്കോളാം. വേണ്ട വേണ്ട, ഞാൻ വെട്ടിത്തരാം. വേണ്ട, ഞാൻ വെട്ടിക്കോളാം. എനിക്ക് മുള്ളല്ല വേണ്ടത്, മാംസവും കൂടെ വേണം. എന്തോ അങ്ങനെ ഒരു ടോക്ക്. ഞാൻ വെട്ടിത്തരാം. അമ്മ അവിടെ ഇരിക്കും. അമ്മുവേ, 10-200 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം നശിപ്പിക്കരുത്. ഓക്കെ, പൊക്കോ. ഇവൾ എന്തൊക്കെയോ മറിക്കൂന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇതെന്തോ കാണിച്ചു വെച്ചേക്കുവോ? സോറി, ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ. ഞാൻ ചെയ്തു തരാം. എനിക്കൊരു ഞാൻ അവിടെ അനങ്ങാതിരുന്നാ മതി എന്നൊക്കെയാ പറഞ്ഞത്. ഇല്ല, ഞാൻ ചെയ്തു തരാം. എനിക്കൊരു മെസ്സേജ് വന്നുണ്ട്. എപ്പോഴും മെസ്സേജാ. നിങ്ങൾ അവിടെ പോയിരുന്നോ? ഞാൻ ചെയ്തോളാം. അമ്മ പോയിരുന്നോ? ഞാൻ ചെയ്തോളാം. അമ്മ ഞാൻ ചെയ്തോളാം. ഞാൻ വറുത്ത് തരാം. പോകോ, കൈ കഴുകിയിട്ട് പൊക്കോ. ഇടക്കിടക്ക് ഇങ്ങോട്ട് വരണ്ട. ഞാൻ വെക്കാം മീൻകറി, ഞാൻ വെക്കാം. വേണ്ട. എന്താ? നിന്റെ റെവല്യൂഷൻ ഇട്ട മീൻകറി അല്ലേ, ഞങ്ങൾക്ക് വേണ്ട. എന്നാ ശരി, നിങ്ങൾ വെച്ചോ. അല്ലേ വേണ്ട, ഞാൻ പറിച്ചോളാം. കറിവേപ്പില പറിക്കാൻ പറഞ്ഞിട്ട് ഇനി ഇവള് വല്ല കാടും പറഞ്ഞും പറിച്ചു. കളറൊന്നും ഇല്ല, ചേരുവൊന്നും ചേർത്തില്ലെന്നാ തോന്നുന്നു. ചേർത്തേക്കാം. വാവ്, നീ ഇവിടെ ഇരുന്നോ. ഇരുന്നോ. നീയൊക്കെ 2 എണ്ണം ഇവിടെ ഇരുന്നോ. ഞാൻ ചെയ്തോളാം. എന്താ പറ്റിയമ്മാന്നോ? ഇതിൽ കൂടുതൽ എന്താ പറ്റാനാ? ഇവള് വെച്ച മീൻകറി ഇഷ്ടപ്പെടാത്തോണ്ട് അമ്മയ്ക്ക് ഞാൻ മീൻകറി ഉണ്ടാക്കി തരാം. വേണ്ട, നിന്റെ മീൻകറിയും വേണ്ട, ഇവളുടെ മീൻകറിയും വേണ്ട. ഞാൻ ചെയ്തോളാം. ദയവ് ചെയ്ത് അടുക്കളയിലോട്ട് ഇനി വരരുത്. രണ്ടുപേരും സഹായിച്ചതൊക്കെ മതി. നീയൊക്കെ ഇവിടെ ഇരുന്നോ. ഇതാ നിനക്കൊക്കെ പറ്റിയ പണി. നേരത്തെ നാളെ തൊട്ട് എല്ലാം പറ്റിയിരിക്കും.